Hi friends, Sonal Sajith YouTube channel like swagam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്മോക്ക് ബോംബ് ആണ്. അപ്പോൾ ഈ ഒരു സ്മോക്ക് ബോംബിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം ടിക്ടാക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട് സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ കുട്ടികളാരും ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാക്കാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ട ഒരു ടിക്ടാക്കാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 10ൻ്റെ ടിക്ടാക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ടിക്ടാക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് പൊടിച്ചെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങളിത് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു തീപ്പെട്ടിയാണ്. ഇനി ഈ ഒരു തീപ്പെട്ടിനെ നമുക്ക് ഈ മരുന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മരുന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തീപ്പെട്ടീനെ മരുന്നിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 തീപ്പെട്ടീൻ്റെ മരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട പടക്കാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ ബോംബാണ്. അപ്പോൾ ഇതിലെ മരുന്നാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഏത് പടക്കായാലും കുഴപ്പമില്ല, നമുക്കതിൽ മരുന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഈ തിരിയൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിലത്തെ മരുന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കുട്ടികളാരും ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഫുൾ കെമിക്കൽസാണ് ഈ ഒരു പടക്കത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മരുന്ന് പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കെട്ടലൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇത് മൊത്തം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മരുന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പം ഗ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം മരുന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ടിക്ടാക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് തീപ്പെട്ടീൻ്റെ ആ മരുന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ പടക്കത്തിൻ്റെ പൊടിയും. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മരുന്നുകളിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കളറായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം വേണം കളർ ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കളറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു PVC പൈപ്പാണ്. എന്നിട്ട് ഈ ഒരു PVC പൈപ്പിൻ്റെ അടിയിൽ ഞാനൊരു PVC ഷീറ്റ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ മരുന്നെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഇതേപോലത്തെ PVC ഷീറ്റാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോളും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഒരു പടക്കത്തിൻ്റെ തിരിയാണ്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ കോൺടാക്റ്റ് ഉണ്ടാവണം ആ ഒരു മരുന്നായിട്ട്. എന്നാൽ മാത്രമേ നമ്മളെ സ്മോക്ക് ബോംബ് നല്ല രീതിയിൽ വർക്കാവും. അപ്പോൾ നമ്മൾ സ്മോക്ക് ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ സ്മോക്ക് ബോംബ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന മരുന്നിൻ്റെ അളവെല്ലാം കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മോക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ആരും കയ്യിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു PVC പൈപ്പ് നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.